കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ പയറുപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചപ്പോൾ അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ. ഞാനാണെങ്കിൽ ആ വീഡിയോയിൽ കറക്റ്റ് റെസിപ്പിയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്ത് ഇങ്ങനത്തെ കളർ, ഇത് ഇങ്ങനെയാണോ വെക്കിയത്, എന്താ റെഡ് കളർ, കടുക് പൊട്ടിക്കാറില്ലേ, മുളക് പൊടിയാണോ യൂസ് ചെയ്യാറെന്നൊക്കെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വെക്കുന്ന രീതി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മുടെ പയറൊക്കെ എടുത്തിട്ട് ഇതേ കട്ട് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറുള്ളിയും വെളുത്തുള്ളിയും കുത്തി മൂപ്പിച്ചിട്ടാണ് കേട്ടോ ഉപ്പേരികളൊക്കെ ഇവിടെ വെക്കാറ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ചെറുള്ളിയും വെളുത്തുള്ളിയും ഞാൻ നന്നാക്കി ഇതേ കുത്തി ചതച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ആട്ടാ ഞാൻ ഉപയോഗിച്ചേക്കണത്. വെളിച്ചെണ്ണയിലേക്ക് ഇതേ നമ്മുടെ കുത്തി ചതച്ച ചെറുള്ളിയും വെളുത്തുള്ളി ഇട്ടു, ഉപ്പിട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടിട്ട് നന്നായി വയറ്റുന്നുണ്ട്. പൊടികളുടെ പച്ചച്ചോയ വിടുന്ന വരെ വയറ്റിയിട്ടാണ് കേട്ടോ ഞാൻ കറിവേപ്പില ഇടുന്നത്. പിന്നെ പൊടി കരിയാണ്ട് നോക്കും വേണം. പിന്നെ ഞാൻ കൊത്തുമുളക് പൊടിച്ചതായിട്ട് ഇട്ടേക്കണത്. അതൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷമാണ് കട്ട് ചെയ്ത പയറ് കഴുകിയിട്ട് അതിലേക്ക് ഇട്ടേക്കണത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാട്ടാ വേവിക്കാൻ വെക്കണത്. പെട്ടെന്ന് വേവും, പയറൊക്കെ പെട്ടെന്ന് വേവണതാലോ. അപ്പൊ അതൊക്കെ ഒഴിച്ചിട്ട് ഇതേ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമ്മുടെ കുറച്ച് പാത്രങ്ങൾ പറഞ്ഞതും കൂടി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയിൽ പോയിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി മൂടി വെക്കണേ. അങ്ങനെ ഇങ്ങോട്ട് വെച്ച് അടി പിടിച്ച് കരിഞ്ഞു പോവും. അതിനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിരിക്കുന്നത്. എന്റെ വീട്ടിൽ ഇങ്ങനെയാട്ട പയറുപ്പേരി വെക്കുക. അതായത് തൃശ്ശൂർ സൈഡ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത് ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ കുത്തി മൂപ്പിച്ചിട്ടാണ് ഉപ്പേരി വെക്കുക. പക്ഷെ വിൻഷാട്ടിന്റെ ഇവിടേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട്, മുളക് പൊടി എന്ന് പറഞ്ഞൊരു സംഭവമേ യൂസ് ചെയ്യില്ല കേട്ടോ. കടുക് പൊട്ടിക്കും, സബോളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് അതിലിങ്ങനെ വേവിച്ചെടുക്കട്ടെ ചെയ്യുക. പക്ഷെ എനിക്കതൊരു ചൊടി തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാട്ട വെക്കാറ് ഇപ്പോൾ. അപ്പോൾ അതേ സാമ്പാറും നമ്മുടെ പയറുപ്പേരും പിന്നെ ഉപ്പിലിട്ട മാങ്ങയും കൂടിയിട്ടാ ഞാൻ ഉച്ചത്തേക്ക് ചോറിനാണത്. ടി വി ഒക്കെ വെച്ചിട്ട് ഇതേ ചോറിനായിരുന്നിട്ടുണ്ട്. തേജും മിൻഷാട്ടിനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കണത് കേട്ടോ. ഇവരാരും ഇല്ലെങ്കിൽ എനിക്കിത് ഈ ഒരു മുക്കിലിരുന്ന് ചോറുണ്ണാനായിട്ട് ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മേശം ഇരുന്നിട്ടാലോ കഴിക്കുക. പിന്നെയാണ് ഞാൻ പപ്പടത്തിൻ്റെ കാര്യം ആലോചിച്ചത്. പപ്പടം കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി എടുത്തിട്ട് കഴിച്ചു കേട്ടോ. അപ്പം ഇങ്ങനെ വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നല്ല ടേസ്റ്റ് ആണ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.